ഹലോ ഫ്രണ്ട്സ്, ഫുഡ്സ് ആൻഡ് ബ്യൂട്ടി ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നൊരു മലായി കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മിൽക്ക് കേക്കാണ്. മുട്ടയില്ലാതെ ഓവനില്ലാതെ വളരെ വേഗം ചെയ്തെടുക്കാവുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ആദ്യമേ ലിസ്റ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ അതിലേക്ക് അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അതിനെ ഒട്ടും തരിയില്ലാതെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൈദമാവിൻ്റെ പകുതി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന മൈദാമാവ് കൂടി ബാക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് അതിനെല്ലാം യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ അത് കുഴയ്ക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. കാച്ചിയ പാലല്ല, നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പം നമുക്കിനി അത് ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ അതിനൊരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. ആവശ്യത്തിനനുസരിച്ച് വേണം ഒഴിക്കാൻ. 1 ഗ്ലാസ് മുഴുവനും വേണ്ടി വരില്ല. അപ്പോൾ കുറേശ്ശെ മാവിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. നമുക്കിപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു 3 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മെൽറ്റ് ചെയ്തതാണ് ബട്ടർ. അപ്പോൾ 3 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് ആ മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി വെള്ളമായി പോകരുത്, ഒത്തിരി കട്ടിയും ആവരുത്. കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒത്തിരി റഫായിപ്പോവും നമ്മുടെ കേക്ക്. അപ്പോൾ ഇപ്പോൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ അടുപ്പിൽ ഒരു പാത്രം ഏതിലാണോ ബേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ വെക്കുന്നത് അതിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തൊരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്റ്റീമിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതിലാണോ നമ്മൾ ചെയ്തെടുക്കുന്നത് ആ പാത്രം നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ മോൾഡിലല്ല ചെയ്തെടുക്കുന്നത്, ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ നടുക്ക് തന്നെ ഒത്തിരി വേവാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് സ്റ്റീമിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഞാനത് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഇത് ഇറക്കി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു 35 to 40 മിനിറ്റ്സിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് മലായി തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ മിഠായി മേറ്റോ ഏതായാലും മതി. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം മാത്രമേ അടുപ്പിലേക്ക് വെക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പച്ചപ്പാലിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ ഇത് 1.5 ഗ്ലാസ് പാലാണുള്ളത്. ഇതിനെ നന്നായിട്ട് വറ്റിച്ച് കുറുകി ഒരു 3/4 ഗ്ലാസ് പാലായിട്ട് എടുക്കണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കുക. കാരണം പാട കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്തായാലും അത് കുക്കായി വരുന്ന ടൈമിന് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പകുതി വറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പാൽ ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് അതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. കറക്റ്റ് 35 മിനിറ്റ്സ് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കണം കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ടൂത്ത് പിക്ക് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കും ബേക്കായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മലായി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും ഒരു അളവേ കിട്ടുകയുള്ളൂ. 1 ഗ്ലാസ് അതിലിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേക്ക് ഒന്ന് ജസ്റ്റ് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുത്ത് കഴിഞ്ഞ ശേഷം കേക്കിൻ്റെ പുറത്ത് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. നമുക്കിനി അതിലേക്ക് നമ്മളെ മലായി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യും അതിലോട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കാണാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ സൈഡിലേക്കെല്ലാം നന്നായിട്ട് പോവാണ്. ഫുള്ള് ഉള്ളിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ഇവിടെ ഫുൾ അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തയോ എന്ത് വെച്ച് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ മലായി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് വേറെ ഒന്നും മാറ്റുന്നില്ല. അതിൽ വെച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. വേറെ പാത്രത്തിലോട്ട് ആക്കി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല എന്ന് വരും. ഇങ്ങനെ റൗണ്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. സ്ക്വയർ ഷേപ്പിലുള്ളതിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കട്ട് ചെയ്ത് നോക്കാം. അതിൽ കട്ട് ചെയ്തെടുക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതേ നമ്മുടെ മലായി കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ മലായിയും കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ കേക്കിൽ നിന്ന് തന്നെ കുറച്ച് മലായിയും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ എല്ലാ കേക്കുകളും നമ്മൾ കഴിക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കി നോക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം എല്ലാവരും ഒരു മലായി കേക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് ശേഷം മാത്രമേ മലായി ഒഴിക്കാവൂ. അതുപോലെ മലായി നന്നായിട്ട് തണുത്തിരിക്കണം. പിന്നെ ഉള്ള ഒന്ന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് അത് രണ്ടും നന്നായിട്ട് മിക്സ് ആയ ശേഷം മാത്രമേ അടുപ്പിലേക്ക് വെക്കാനും പാടുള്ളൂ. അത്രയും മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ടേക്ക് കെയർ. താങ്ക് യു.